അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ്. എല്ലാവരും കോമ്പറ്റീഷന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആങ്ങളെയും പെങ്ങളും സംഗതി ഒക്കെ സത്യം, ആങ്ങളെയും പെങ്ങളും പാസ്സൊക്കെ ഉണ്ടെങ്കിലും കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കോമ്പറ്റീഷന് വരുന്ന ആൾ ഇതിന് ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്വയം കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് എന്നൊരു സംഗതി അതിൽ ഉണ്ടായിരിക്കും. അങ്ങനത്തെ മാത്രമേ അതിൽ പോവുള്ളൂ. അതേപോലെ സായി ഇനിയിപ്പോൾ എത്ര പ്യൂർ സോളായി കഴിഞ്ഞാലും നോറേനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരക്കമ്പി ഞങ്ങൾ കേട്ടു. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട്, പിന്നെ എന്ത് തേങ്ങാകൊലക്കാണെന്നുള്ളത് മനസ്സിലാവണില്ല. അതിനിടയ്ക്ക് ചില ആൾക്കാർ പറഞ്ഞിട്ട് 2-3 മണിക്കൂർ നേരത്തേക്കാണ് മാറ്റി, ചില ആൾക്കാർ പറഞ്ഞിട്ട് ഒരു ദിവസത്തേക്കാണ് മാറ്റി, ചില ആൾക്കാർക്ക് അറിയണമെന്നില്ല ഇതിനെ എപ്പോഴാണ് പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാൽ എന്തിനാണെന്നുള്ളത് മനസ്സിലാവണില്ല. ഈ വയസ്സാം കാലത്തൊക്കെ എന്തിനാണ് ഈ സീക്രട്ട് റൂം? വയസ്സാം കാലത്ത് പറഞ്ഞാൽ ഈ അവസാനമായിട്ട് ഇതൊക്കെ അവസാനിക്കാൻ നിൽക്കുമ്പോൾ എന്തിനാ സീക്രട്ട് റൂം? വിളിച്ചോണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തരിക, പൂർണ്ണ മനസ്സോടെ ഞങ്ങളായിട്ട് തരിക. എന്നാ പിടിച്ചോ ഞങ്ങളുടെ പൊന്നലിയെത്തിയെ. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ ഇത്. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഒരു വീക്കെൻഡൊക്കെ ആയിട്ട് നല്ല ഇടിയും മഴയും അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് ഭയങ്കര മഴയായിരുന്നു. മലപ്പുറം മഞ്ചേരി ഭാഗത്തൊക്കെ ഭയങ്കര മഴയും നല്ല ഇടിയില്ലേ, നല്ല ഇടി നിലത്തിറങ്ങി അടിച്ചു കേട്ടോ. അപ്പോൾ അടിച്ച് ഞാൻ ഓഫീസിലായിരുന്നു, ഇവർ മാത്രമല്ല അതുള്ള വീട്ടിൽ. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നന്ദന എവിക്റ്റഡായി അല്ലേ? നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഏകദേശം ഊഹം പറഞ്ഞ പോലെ തന്നെ നന്ദനയുടെ എവിക്ഷൻ നടന്നു. നന്ദനയുടെ നല്ല പെങ്ങളുട്ടിയുടെ എവിക്ഷൻ നടന്നു. ആങ്ങളാരൊറ്റയ്ക്കായി, 2 ആങ്ങളാരും അവിടെ വീട്ടിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന 2 ആങ്ങളാരും ഇറങ്ങിപ്പോകുന്ന പെങ്ങളുട്ടിയായി മാറി അല്ലേ വീട് ഇതും. ഓക്കെ, ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുന്നത് ഈ എവിക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ്. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ കുരുട്ടുബുദ്ധികൾ വർക്ക് ചെയ്യുന്ന എൻ്റെ കുരുട്ടുബുദ്ധി അവളുടെ അല്ല, കുരുട്ടുബുദ്ധി വർക്ക് ചെയ്തതിൽ അതിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നല്ലൊരു കാര്യം അവിടെ ഉണ്ടായി. ബിഗ് ബോസിൽ ഇന്ന് നന്ദനയുടെ എവിക്ഷൻ റിലേറ്റഡ് ആയിട്ട് സായിയുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് സായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഫസ്റ്റ് സായിയാണ് പറഞ്ഞത്, ഇതിന് മുന്നേ അവർ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് സായി പറഞ്ഞു, ആ നന്ദന എവിക്റ്റ് ആയതിനു ശേഷം റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് നന്ദനയോട് പറഞ്ഞിട്ടുള്ള കാര്യം, നീ എന്ത് ഡ്രീമായിട്ടാണോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അതെന്തായാലും സാധിക്കും. അത് നന്ദന പറഞ്ഞു. കഴിഞ്ഞ ശേഷം സിജോ പറയുന്നു, അത് സായി പറഞ്ഞു, പിന്നെ സിജോ പറയുന്നു, പിന്നെ അഭിഷേകും പറഞ്ഞു, പിന്നെ ജിൻഡോ ഒക്കെ വന്നു അവിടെ അല്ലേ? എന്താണെന്നുണ്ടെങ്കിലും അതിലൊരു ഗെയിം ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൽ ഗെയിമൊന്നുമില്ല. നല്ല കാര്യം, സീരിയസ്ലി. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എടുത്ത് പറയണല്ലോ. വളരെ നല്ല കാര്യം. സായി അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് തിങ് അവൻ പറഞ്ഞതിൽ ഏറ്റവും നല്ല കാര്യമാണ്. അത് മുന്നോട്ട് നടത്തി കൊടുക്കാനുള്ള ഒരു സെറ്റപ്പും പരിപാടിയും കാര്യങ്ങളും മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, നടത്തി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ആശ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് മാറേണ്ട സിറ്റുവേഷൻ വരരുത്. ഒരാൾക്ക് ഹോപ്പ് കൊടുക്കാറുണ്ട് ഈ ലോകത്ത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലൊക്കെ ഒരു ഉരുണ്ട് പോയിക്കോളും. പക്ഷേ ഒരാൾക്ക് ഹോപ്പ് കിട്ടുന്ന സമയത്ത് എന്താ അറിയോ, പിന്നെ സാധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വന്ന് തിരിച്ച് ചോദിക്കാനും പോലും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ കിടക്കുന്ന പല സിറ്റുവേഷനും പലർക്കും ഉണ്ടായിട്ട് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് അയാൾ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല, പിന്നെ നമുക്ക് ചോദിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വെറുതെ ഒരു ഹോപ്പ് കൊടുക്കുന്ന സിറ്റുവേഷൻ ആവരുത്. അല്ലാന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലേ നല്ലൊരു പരിപാടി കേൾക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള നമ്മുടെ കുത്തിത്തിരിപ്പല്ല കേട്ടോ, ബാക്കിയുള്ള നമുക്ക് ഈ എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിയ കാര്യങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ടേ തുടങ്ങാം. ജാസ്മിൻ വന്നില്ല അല്ലേ? ഇനീഷ്യലി വയ്യായിട്ടാണെന്ന് പറഞ്ഞു നോക്കൂ അല്ലേ, ഡീഹൈഡ്രേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഫൈനലൊക്കെ ആയ സ്ഥിതിക്ക് ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ വരുന്നത് നന്ദനയുടെ എവിക്ഷനിലേക്കല്ലോ. നന്ദനയുടെ എവിക്ഷനിൽ നടന്നിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, നന്ദന എവിക്റ്റ് ആവുന്ന സമയത്ത് അവിടെ ബിഗ് ബോസിൽ കോണ്ടന്റ് എന്നല്ല സായിയുടെ ഭാഗത്തുണ്ടായ ചെറിയൊരു സംഭവം. ഓക്കെ, അതെനിക്കാണ് സംശയം തോന്നിയത് അല്ലേ ഏത് നന്ദനയുടെ മറ്റേ ബാഡ്ജിൻ്റെ ഇഷ്യൂ. ഒന്നത് ആ ലാസ്റ്റ് ഹാർട്ട് തുറക്കുന്ന സംഭവം. അല്ല, എലിമിനേഷനിൽ നിൽക്കുമ്പോൾ തന്നെ സായിക്ക് ഭയങ്കര ടെൻഷൻ തോന്നിയിട്ടോ. എനിക്ക് സായിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനുള്ള പോലെ ഫീൽ ചെയ്തു. എവിക്റ്റ് ആവണം പോണം എന്ന് പറഞ്ഞ ആൾക്ക് ആ സമയത്ത് ഇപ്പോൾ ചെറിയൊരു ടെൻഷനുള്ള പോലെ തോന്നി. ഇനി നന്ദന പോണതിൻ്റെ ടെൻഷനാണോ എന്ന് അറിയില്ല. പിന്നെ അത് തുറന്നപ്പോൾ കുട്ടിയുടെ പറയണു അങ്ങനെ. ഞാൻ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. ഓക്കെ, ഈ ഇന്നത്തെ പ്രോസസ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും നെഞ്ഞത്ത് കുത്തിയിരിക്കുന്ന ഹാർട്ടിൽ അതാത് വ്യക്തിയുടെ പിക്ചറാണ്. ഓക്കെ, സായിയുടെ മേൽ സായിയുടെയും, നന്ദനയുടെ മേൽ നന്ദന, മറ്റേ അഭിഷേകിൻ്റെ മേൽ അഭിഷേക്, അങ്ങനെ ആയിട്ട് കിടക്കുന്നു. ഓക്കെ, അല്ല അവരുടെ പിക്ചർ അല്ല, അവരുടെ പിക്ചറാണ്.
പുറത്ത് അവരവരുടെ പിക്ചറാണ്. പുറത്ത് ഉള്ളിലെ കാര്യം ഉള്ളത്തെ കാര്യമാണ്. അപ്പോൾ ബിഗ് ബോസ് വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് അവിടെ. അതായത് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആരുടെ പിക്ചറാണ് കാണുന്നോ അവരുടെ ആണെന്ന് തുടക്കം തൊട്ടേ ബിഗ് ബോസ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ ഇതിന് 2 പോസിബിലിറ്റി വരുന്നുണ്ട് കേട്ടോ. രണ്ടും മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുള്ളൂ. നിങ്ങളുടെ ഇതിനെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ പറയണം പ്ലീസ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം വേണം. കാരണം ഇത് 2 പോസിബിലിറ്റിയും പറഞ്ഞു 50-50 ചാൻസാണ്. നമ്മളൊരു കാര്യം നമുക്ക് തോന്നിയ സംഗതി നിങ്ങളിലേക്ക് ഇട്ട് തരികയാണ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് സായിയുടെ ഫോട്ടോ, അല്ലെങ്കിൽ അവരുടെ സായിയുടെ ഫോട്ടോ നന്ദയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ബിഗ് ബോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, തുറന്നിട്ട് ആരുടെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് ആ ഫോട്ടോന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. യെസ്, ഓക്കെ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഈ ഗെയിം ഫുള്ള് സായി നന്ദനും കാണുന്നുണ്ട്, സായി എസ്പെഷ്യലി കാണുന്നുണ്ട്. എന്താ പറയുക, ഈ സംഗതി തുറക്കുന്ന സമയത്ത് അവസാനം പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്ന സമയത്ത് ഓക്കെ പറയുന്നു. സായി ഇതിങ്ങോട്ട് തുറക്കണോടുകൂടി സായി ഒറ്റയടിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ പോയിന്ന്. പക്ഷെ അതെന്താ എനിക്കറിയില്ല, എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അത് ചിലപ്പോൾ എവിക്റ്റഡ് എന്ന് മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ, ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല. കാരണം എവിക്റ്റ് ആവോ ഇല്ലേന്നോ ആലോചിച്ച് നിൽക്കുന്ന ഒരാള് ഇത് തുറന്ന ഉടനെ എവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിക്റ്റഡ് ആയി ചിലപ്പോൾ വിചാരിക്കാം. ഓക്കെ, അത് 50% ചാൻസ് ഞാൻ പറഞ്ഞു. 50-50 ആണ് ഞാൻ പറയുന്നത്. 50% അവിടുത്തെ ഹൗസിലെ പ്രഷറും കാര്യങ്ങളും കാരണം ഒറ്റയടിക്ക് മനുഷ്യന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് രീതിയിൽ ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരില്ല. 50% ചാൻസ് കൊണ്ട് സായി ചിലപ്പോൾ ഒരു പക്ഷേ സായിനെ എവിക്റ്റഡ് എന്ന് തോന്നിയായിരിക്കാം സ്വാഭാവികമായിട്ട്. മറ്റ് 50% പറയാൻ കാരണം വെച്ചാൽ ഇതൊരു ഗെയിം ഷോ ആണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ്. ആരുടെയും മനസ്സ് വായിക്കാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പോസിബിലിറ്റീസ് പറയുന്നത്. കാണുന്ന സമയത്ത് എനിക്ക് തോന്നി അങ്ങനെ ഒരു പോസിബിലിറ്റി ആവാമോ, അതാണ് ഞാൻ നിങ്ങളോട് പ്രേക്ഷകരോട് ചോദിക്കുന്നത് കേട്ടോ. സായിക്കൊരു ഞെട്ടൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇത് മനസ്സിലായോ, എന്തുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് പ്ലാൻ ചെയ്തുകൂടാ? അത്രയും അല്ലെങ്കിൽ 100% പ്യുവർ സോൾ ആയിരിക്കണം, ഒന്നുമില്ലാത്ത അതായത് അങ്ങനത്തെ ഒരു വ്യക്തി ഈ ഒരു ഷോയിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു പോസിബിലിറ്റി പറയുകയാണ്. 50-50 ചാൻസ്. ഒന്നുകിൽ സായി അത് പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ആയെന്നല്ല ഞാൻ പോയി എന്ന് പറയുന്നു. അതിൽ സായിയുടെ ഫോട്ടോ തന്നെയാണ് ഉള്ളിലിരിക്കുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, ഹിസ് ഗോൺ അല്ലേ. അതെല്ലാം നന്ദനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടി കയ്യിൽ നിന്ന് വരുന്നു, അറിയില്ല. അതല്ലെങ്കിൽ 50% ചിലപ്പോൾ സായിക്ക് ഒറ്റയടിക്ക് അങ്ങനെ വന്നതായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ജസ്റ്റ് ഒരു തോന്നിയതാണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ, അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ്. എല്ലാവരും കോമ്പറ്റീഷന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആങ്ങളെയും പെങ്ങളും സംഗതിയൊക്കെ സത്യം, ആങ്ങളെയും പെങ്ങളും പാസ്സൊക്കെ ഉണ്ടെങ്കിലും കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കോമ്പറ്റീഷന് വരുന്ന ആൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്വയം കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് എന്നൊരു സംഗതി അതിൽ ഉണ്ടായിരിക്കും. അങ്ങനത്തെ മാത്രമേ അതിൽ പോവുള്ളൂ. അതേപോലെ സായി ഇനിയിപ്പോൾ എത്ര പ്യുവർ സോളായി കഴിഞ്ഞാലും ഒരു കാരണവശാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇതെൻ്റെ അതൊക്കെ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയായാലും എൻ്റെ എന്നൊരു സംഗതി ഇല്ലാതിരിക്കില്ല. അത് മനുഷ്യ സഹജമാണ്. ഇനിയിപ്പോൾ എന്ത് സംഗതി വന്നാലും ഇപ്പോൾ എവിക്ഷൻ്റെ സമയത്ത് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ഗബ്രിയും ജാസ്മിനെയും സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഗബ്രി എവിക്റ്റഡ് കാണിക്കുമ്പോഴും അവിടെയും ജാസ്മിൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു, ആ ബോഡിക്കായിരുന്നില്ല നോക്കിയിരുന്നത്. മനസ്സിലായോ? അത് പറഞ്ഞ അതേ നമ്മൾ തന്നെയാണ് ഇതും പറയുന്നത്. ഒരു പക്ഷെ ചിലപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, ഇതൊരു ഗെയിം ഷോ അങ്ങനെ തന്നെയാവും. എല്ലാവർക്കും അവരവരുടെ പിന്നെ വേറെ എനിക്കതൊന്നല്ല പറയാനുള്ള, എന്താ പറയാ, സായി അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു സങ്കടം കാണുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരിക. സായി ഫീലിങ്സ് ഇല്ലാത്ത മനുഷ്യനായിരുന്നല്ലോ, ഫീലിങ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. അതുപോലെ ഫാമിലി വരുമ്പോൾ ഫാമിലി വീക്ക് ആകുമ്പോൾ എനിക്ക് പേടിയാണ്, എനിക്ക് അങ്ങനെ ഇമോഷൻസ് ഒന്നും കാണിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ സായിക്ക് പെട്ടെന്ന് ഈ എത്ര ദിവസം കൊണ്ട് ഈ പെങ്ങളോട് ഇത്ര സ്നേഹം കാണുമ്പോൾ സത്യം പറയട്ടെ സ്നേഹിക്ക് സന്തോഷമായിട്ടുണ്ടാവും ഔട്ടായപ്പോ. ഞാനാണ് എനിക്ക് സന്തോഷമാവും. കാരണം ഒരു പെങ്ങളും 2 ആങ്ങളമാരും നമ്മൾ സാധാരണക്കാരെ മാതിരി പറയാൻ കേട്ടോ. നമ്മൾ സാധാരണ നോർമൽ ഹ്യൂമൻ ബീങ് പറയാൻ പാടില്ലായിരുന്നു. അല്ല പറഞ്ഞൊരു കുഴപ്പമില്ല, ഇത് എൻ്റെ ഫീലിംഗ് അല്ലേ പറഞ്ഞത്. നമ്മളങ്ങനെയാണ്. അതിപ്പം എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വെറുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങളുള്ള ഫീലിങ്സ് തന്നെ. അല്ല അത് ബോറായിരുന്നില്ലേ ശരിക്കും? നിങ്ങൾക്കും അങ്ങനല്ലേ തോന്നിയത്? പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് എന്താ അവനവൻ്റെ വീട്ടില് അതിന് അല്ലെങ്കിൽ സായി ചിലപ്പോൾ കള്ളം പറയോ വീട്ടുകാരോടും വൈഫിനോടൊന്നും ഇങ്ങനെ ഇത്ര വലിയ അറ്റാച്ച്മെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ മുമ്പ് പറഞ്ഞത് കള്ളായിരിക്കും. അല്ലാത്ത പക്ഷം അവിടെ വീട്ടുകാർക്കും ഇവർക്കൊക്കെ തോന്നും എന്താ ഇത് ഇത്ര വലിയൊരു കുറച്ച് ദിവസം കണ്ട് ഒരു കുട്ടി മാത്രം ഇത്ര പെങ്ങളെ പോലെ തോന്നാന്നൊക്കെ തോന്നും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സായി ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. സായി ഇതിൽ ബിഗ് ബോസിക്ക് വന്നത് എന്തിനായിരുന്നു? ക്ലെൻസ് ചെയ്യാനോ? സെൽഫ് ക്ലെൻസിങ്.
സെൽഫ് ക്ലെൻസിങ് അതിന് Visibly വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ പറയാൻ പറ്റില്ല, ഇപ്പൊ ക്ലെൻസ് ചെയ്തോണ്ടിരിക്കല്ലേ, അപ്പൊ പിന്നെ പറയാൻ പറ്റില്ല. ഇറങ്ങിയിട്ട് അവന് ഇനി സീക്രട്ട് ഏജന്റ് ആവാൻ പറ്റില്ല എന്നപ്പോ അവൻ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവൻ പുറത്തേക്ക് തന്നെയാണ് വരുന്നത്. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന ആളും അല്ല, ഒളിച്ചിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ല. അപ്പൊ ആ വ്യക്തി വന്നതിന് ശേഷം സീക്രട്ട് ഏജന്റ് ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പൊ നമുക്ക് ആലോചിക്കാം. ഇതേപോലെ തന്നെ സിജോന്റെ സങ്കടം എനിക്ക് അത്ര വലിയ ജെന്യൂൻ ആയിട്ട് തോന്നിയില്ല. എന്താ അറിയില്ല, കുറെ ബിഗ് ബോസ് ഷോ കണ്ടിട്ടുണ്ട്, ഒരുപാട് റിലേഷൻഷിപ്പ് കണ്ടിട്ട് എനിക്ക് ഋഷിയും അൻസിബി ബോംബുള്ള സങ്കടം ശരിക്കും സങ്കടമായി തോന്നിയിരുന്നു. അതുപോലെ ആരുടെക്കോ ജാൻമണി പോയപ്പോൾ ഉള്ള വിഷമമുണ്ട്, പലർക്കും വിഷമമുണ്ടായിരുന്നു, അതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗബ്രി ജാസ്മിനും കുറച്ച് എനിക്ക് അത്ര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് അത്രയ്ക്ക് കറക്റ്റ് ഇതാണോ എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ ശരിക്കും. പിന്നെ പറയാനുള്ള എന്താ അതന്നെ. പിന്നെ രണ്ടാമത്തെ പിന്നെ അടുത്തൊരു കേസ് എന്താ പറയുക, ഞാൻ വേറെ എന്തൊരു കാര്യം ചിന്തിച്ചിട്ടു. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ഒരു സംഗതി ആലോചിച്ചത്, കഴിഞ്ഞ സീസണിൽ ഉണ്ടായത് റിപ്പീറ്റ് ചെയ്തൊരു സംഭവം. ഗ്രാഫല്ല, എന്തോ ഒരു സംഗതി. അയ്യോ, ഞാൻ ഗ്രാഫിനെ പറ്റി പറയട്ടെ. ഗ്രാഫ് ഉണ്ടല്ലോ, ബോറടിച്ചിട്ട് ഗ്രാഫ് വരച്ച് ഓരോരുത്തർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂട്ടാനോട് അവിടെ ഇരുന്നോളം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിക്കൊക്കെ പോയി, ഞാൻ ഫുഡൊക്കെ കൊടുത്തു. കാരണം അതുപോലത്തെ ബോറിങ്. എന്താ പറയാ, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഓരോരുത്തരുടെ ഗ്രാഫും ബോറിങ് ആയിരുന്നു. എപ്പിസോഡ് കഴിഞ്ഞതേ എന്തോ പോലെയായിരുന്നു, കഴിഞ്ഞോ എന്നൊക്കെ തോന്നി. കാരണം ആകെ നടന്നത് നന്ദനയുടെ എവിക്റ്റാവില്. പക്ഷെ ഈ ഗ്രാഫിന്റെ എപ്പിസോഡ് ഉള്ളത്, ഗ്രാഫിന്റെ പരിപാടി ഉള്ളത് കാരണം കുറേ സമയം അങ്ങനെ പോയി. ആഡൊക്കെ കഴിഞ്ഞിട്ടും ഗ്രാഫ് തന്നെയായിരുന്നു. പക്ഷെ ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. നമ്മൾ കണ്ടതാണ് ഇവരെ ജേണി. അത് ഇങ്ങനെയാണോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അത് ഞാൻ വേറെ ഏതൊരു ലോകത്തേന്ന്. അതായത് ഇവരെ ജേണി നമ്മൾ ഫുള്ള് കണ്ടതാണ്. അത് ഇങ്ങനെ പോയോ കുത്തനെ പൊന്തിയോ താന്നോ, അതൊക്കെ ആർക്കും അറിയാൻ താല്പര്യമുള്ളത്. ലാലേട്ടൻ അറിയാന്ന് വെച്ചാൽ അവർ ചോദിച്ച് ഒറ്റക്കിട്ട് മനസ്സിലാക്കുക. അത് ടെലികാസ്റ്റ് ചെയ്തിട്ട് നമ്മളെ സമയം കളയാൻ നിൽക്കണ്ട. ധാരാളം ബോറ് പോട്ടെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് കിടക്കണേ. നന്ദന എവിക്റ്റ് ആയത് വെച്ചാൽ നന്ദനയുടെ ഒരു പ്രത്യേകതരം ആറ്റിറ്റ്യൂഡാണ്. നമ്മളൊരു ബുക്ക് ഉണ്ടല്ലോ, ഇത് മറ്റേ ജെഫ് കെലിൻ്റെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇസ് എവറിത്തിങ് അല്ലേ. ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡാണ് എല്ലാ സംഗതികളും. ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ചില ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, ചിലർക്ക് ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പായിരിക്കാം. ഈ നന്ദനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ, ഒരു ഇമ്മച്യൂറാണ്. പിന്നെ എന്താണ് എവിടെയാണ് അങ്ങനെയല്ല, അതാണ് അതായത് ഇമ്മച്യൂറാണ്. അതായത് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാൻ അറിയാത്ത പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ആരുടെ മുമ്പിലാ എന്താ വിളിച്ചു പറയേണ്ടതെന്ന് അറിയാത്തൊരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ. എല്ലാവർക്കും ഒന്നും ആ പെരുമാറ്റ രീതി ഇഷ്ടപ്പെട്ടോണമെന്നില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് ഒരാളോട് ഇപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിലാണെങ്കിൽ കൂടി ലാലേട്ടൻ എന്തെങ്കിലും ചുറ്റുമ്പോൾ എണീറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു തോന്നും, അയ്യോ ഇനി ഈ കുട്ടി എങ്ങനെയാ പറയണേ, എങ്ങനെയാ സംസാരിക്കണേ തോന്നും. ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു പോലെ, റെസ്പെക്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല ആ കുട്ടിക്ക്, പക്ഷെ ഒരു പെരുമാറ്റ രീതി ഒരു സുഖമില്ല. അതൊക്കെ ചിലപ്പോൾ നന്ദനെ ബാധിച്ചിട്ടുണ്ടാവും കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരാഴ്ച കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അവിടെ പോവാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അതെ ഗെയിം കളിക്കായിരുന്നു നന്ദനയ്ക്ക്, അടിപൊളിയായിട്ട്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടമായിട്ട് ഉറപ്പായിട്ട് വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ നന്ദന പിന്നെ ആദ്യമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ രണ്ടാമത് വീണ്ടും ഈ ഇവർ രണ്ടുപേരുടെ കൂടി സപ്പോർട്ട് കിട്ടിയപ്പോഴേ അവൾ കുറച്ചുകൂടി ചെറിയ കുട്ടികളെ പോലെയായി. പിന്നെ കുറച്ച് എന്തൊരു കോൺഫിഡൻസ് വന്നതാണോ എന്താണെന്നറിയില്ല, ഇവരെ സപ്പോർട്ടും ആകെ കോളായിരുന്നു ലാസ്റ്റ്. നമുക്കൊക്കെ നമ്മൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങിയില്ലേ 2-3 ദിവസം മുമ്പ്, നന്ദന ഔട്ടായാൽ മതിയിരുന്നു എന്ന്. ആ അവസ്ഥയിൽ നോറ പോലും ഔട്ടാവണ്ട, നന്ദന ഔട്ടായാൽ മതി അവസ്ഥ. ഇത്രയും കാലം നോറ ഔട്ടാവാതെ നന്ദന ഔട്ടാവണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ അവസ്ഥ ആലോചിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് കഴിഞ്ഞ് നന്ദന പുറത്തിറങ്ങി കഴിഞ്ഞു. ഒരുവിധം എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ വളരെ കുറച്ച് കണ്ടസ്റ്റൻസ് ഒഴിച്ച്, എനിക്കൊന്ന് അൻസിബേ തോന്നുന്നു ആരോ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരോടും മര്യാദയ്ക്ക് പറഞ്ഞ് ആ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഗെയിമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. കെട്ടിപ്പിടിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത്. അവിടെ നന്ദന ശ്രീധുവിനോടും ജാസ്മിനോടും കെട്ടിപ്പിടിച്ചില്ല. ഓക്കെ, 100% ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ പറയും, കമന്റ് ചെയ്യട്ടോ. പക്ഷേ ജാസ്മിൻ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ചു അല്ലേ. പക്ഷെ അത് നന്ദന അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ഓക്കെ, ജാസ്മിനോട് തുടക്കം തൊട്ടേ ഉണ്ട്. കാരണം കേറുമ്പോ തന്നെ എന്നെ ചൊറിഞ്ഞ എന്നെ മാന്തും, എന്നെ ആയിരിക്കാം ഒരു പക്ഷെ എന്നെ മാന്തിയാ ഞാൻ ചൊറിഞ്ഞാ മാന്തുന്നോ, പിന്നെ ജാസ്മിനെ പുറത്താക്കും ഞാൻ അവളെ, പിന്നെ ഞാൻ കപ്പടിക്കും, ഈ വക പരിപാടികൾ പറഞ്ഞിട്ടാണ് അവൾ കയറിയിട്ടുള്ളത്. ഇതിലൊന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ.
അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം. പക്ഷെ ശ്രീധുവിനെ എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല? ബിഗ് ബോസ് വളരെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റത്തെ ഒരു ഗെയിമിൽ ശ്രീതു നല്ലോണം അങ്ങോട്ട് കൊടുത്തുല്ലോ ഔട്ടാവാൻ വേണ്ടിയിട്ട് ഭാഗത്ത് രണ്ടുപേരും കൂടി. അതായിരിക്കും ചിലപ്പോ, അതൊക്കെ ആയിരിക്കും. പിന്നെ അർജുന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിഞ്ഞൊക്കെ പടത്ത് വർക്കൗട്ട് ചെയ്തു. പക്ഷെ എന്താണെങ്കിലും അങ്ങനെയാണോ അതല്ലേ പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്നത്. ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കാത്ത സംഗതിയാണല്ലോ പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ടുള്ള സംഭവം ഉണ്ടായത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ. അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ഫൈനലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നോറേനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റി എന്നിട്ടുള്ള ഒരു കരക്കമ്പി ഞങ്ങൾ കേട്ടു. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട്, പിന്നെ എന്ത് തേങ്ങാകൊലക്കാണെന്നുള്ളത് മനസ്സിലാവണില്ല. അതിനിടയ്ക്ക് ചില ആൾക്കാർ പറഞ്ഞിട്ട് 2-3 മണിക്കൂർ നേരത്തേക്കാണ് മാറ്റി, ചില ആൾക്കാർ പറഞ്ഞിട്ട് ഒരു ദിവസത്തേക്കാണ് മാറ്റി, ചില ആൾക്കാർക്ക് അറിയണമെന്നില്ല ഇതിനെ എപ്പോഴാണ് പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാൽ എന്തിനാണെന്നുള്ളത് മനസ്സിലാവണില്ല. ഈ വയസ്സാം കാലത്തൊക്കെ എന്തിനാണ് ഈ സീക്രട്ട് റൂം? വയസ്സാം കാലത്ത് പറഞ്ഞാൽ ഈ അവസാനമായിട്ട് ഇതൊക്കെ അവസാനിക്കാൻ നിൽക്കുമ്പോൾ എന്തിനാണ് സീക്രട്ട് റൂം? അവിടെ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടില്ല. ഈ നോറ ഇതൊക്കെ ചുവട്ടിൽ വെച്ച് കേട്ടിട്ട് ഇറങ്ങിയിട്ട് എന്ത് അവസാന നിമിഷത്തിലല്ലേ സെറീന? അതേപോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം സെറീനേനെ ഒന്ന് കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസമോ അന്നോ അധികം ആയിട്ടില്ല, 2 ദിവസമൊന്നും ഇല്ല, പിറ്റേ ദിവസമോ അന്നോ അങ്ങനെ ഏതൊരു അപ്പൊ തന്നെ വന്നു സെറീന അവിടെ നിന്നിട്ട്. സെറീന വന്നിട്ട് ഇത് ഭയങ്കര ഗെയിമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവരെന്തോ ഡിസ്കസ് ചെയ്തു, അവരെന്തോ സംസാരിച്ചു, അതിന് ശേഷം എനിക്ക് എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സെറീന പിന്നെ ഗെയിം. അതുപോലെ നോറ ഒരു വരവ് വരും. നോറയ്ക്ക് എന്തെങ്കിലും സത്യം പറഞ്ഞപ്പോ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുക്കാനോ? അല്ല, നോറ നീ കുറച്ചു നേരം മാറ്റിയാലും നോറ ആ സമയം കൊണ്ട് നോറേനെ പറ്റി ഇവർ ഡിസ്കസ് ചെയ്യാനൊക്കെ കേൾക്കുമല്ലോ. അപ്പൊ പിന്നെ ചിലപ്പോ ഗെയിം നല്ല രസമുണ്ടാവും. കുറച്ച് ദിവസം നല്ല. കഴിഞ്ഞ ഒരാഴ്ച നോറ കുറച്ച് ഡീസെന്റ് ആയിരുന്നു, മറ്റേ നേരത്തൊക്കെ പോയി പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ മനസ്സിലായ പോലെ ഇരുന്ന് പെരുമാറ്റം നല്ല രീതിയിലായിരുന്നു. ഏകദേശം നോറയ്ക്ക് മനസ്സിലായി, നിൽക്കേണ്ട പോലെ നിന്നില്ലെങ്കിൽ സംഗതി പുറത്താവും. നന്ദൂട്ടൻ അതും മനസ്സിലായില്ല. നന്ദൂട്ടൻ പോയി. നന്ദൂട്ടൻ ഈ പുറത്തിറങ്ങിയാൽ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. എനിക്കിപ്പോൾ ഏറ്റവും വലിയ സംഭവം എന്നറിയോ, നന്ദൂട്ടൻ ആർക്ക് വേണ്ടി അടുത്ത പ്രാവശ്യം 2 ആളും നോമിനേഷൻ. ഇനിയിപ്പോൾ സായും പോയില്ലാന്ന് വിചാരിക്കുക. അടുത്ത ആഴ്ച അവിടുത്തെ നിന്ന് വെച്ചാൽ സിജോയും പിന്നെ സായും കൂടി നിന്ന് കഴിഞ്ഞാൽ നന്ദൂട്ടൻ എന്ത് ചെയ്യും? 2 ആൾ കൂടി വോട്ട് ചെയ്യും. നന്ദൂട്ടൻ ആരെ സപ്പോർട്ട് ചെയ്യും? നന്ദൂട്ടൻ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും? 2 ആൾക്ക് കൂടി ചോദിച്ചോട്ടെ, എന്നാൽ സ്പ്ലിറ്റ് ആയിട്ടാണ് പോയിക്കോളൂ 2 കൂടി അല്ലേ ഇത്. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇത്. അപ്പോൾ നാളെ ഒരു സൺഡേ ആണ്, നാളെ ഒന്നുമില്ല അല്ലേ, എപ്പിസോഡും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സംഗതികളും വിവാദങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും അല്ലേ ഞാൻ വരണ്ടേ, വിവാദങ്ങളായിട്ട് ഞാൻ വരാം. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവം റിവ്യൂ ആയിട്ട് ഞങ്ങൾ 2 പേരും വരും കേട്ടോ. അപ്പോൾ ഒരു കാര്യത്തിൽ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ പ്ലീസ് കേട്ടോ. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ. ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യം സൈഡ് കേസിലുള്ള അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യും. ഓക്കെ, ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഉറക്കം തൂങ്ങലാണ് ഇന്നുള്ളത്. കാരണം ഒരാഴ്ചത്തെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാളെ ഒരു സൺഡേ ആണ്. അപ്പോൾ ഈ ഒരാഴ്ച ഓടിയതിൻ്റെ വേറെ ടയറും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൺഡേ സ്കൂളും തുറക്കും. അപ്പോൾ 2 ആഴ്ച മക്കളൊക്കെ ഉണ്ടായിട്ടില്ലേ ഒരു. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ചെറുത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ്, ഞാൻ അതിനും തുടങ്ങുകയാണ് അല്ലേ ഇത്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നമ്മുടെ മറ്റൊരു ചാനലുണ്ട്, ഗോപ്രോ മച്ചാൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ചാനൽ. ഞാൻ ലിങ്ക് ഇതിൽ പിൻ ചെയ്ത് വെക്കാം കമൻ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ ഇതേമാതിരി ചെറിയ കാര്യങ്ങളൊക്കെ ഷോർട്ട്സ് ഞങ്ങളെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ദയവ് ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.